നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. മരിച്ചവർ തിരിച്ചു വരുമോ? തിരിച്ചു വന്ന ചരിത്രമുണ്ടോ? ഇക്കാര്യത്തിൽ ശാസ്ത്രത്തിന് പറയാനുള്ളത് എന്താണ്? വാസ്തവത്തിൽ മരണം എന്നത് ഒരു പ്രക്രിയയായി കാണണം, അതൊരൊറ്റ സംഭവമല്ല. എങ്കിലും മസ്തിഷ്ക മരണമാണ് നിയമപരമായും വൈദ്യശാസ്ത്രപരമായും മരണമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഹൃദയം നിലച്ച ശേഷം ജീവവായുവിന്റെ അഭാവം മൂലം 3 മുതൽ 7 മിനിറ്റിനുള്ളിൽ തലച്ചോറ് നിശ്ചലമാകും. എന്നാൽ മസ്തിഷ്കത്തിലെ ബ്രെയിൻ സ്റ്റെം പ്രതികരണങ്ങൾ ചില സാഹചര്യങ്ങളിൽ 10 മുതൽ 20 മിനിറ്റ് വരെ തുടർന്നും നിലനിൽക്കാം. ഹൃദയമാണെങ്കിൽ വൈദ്യശാസ്ത്രപരമായ മരണം നടക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ നിലയ്ക്കുന്നു. എന്നാൽ കൃത്രിമമായി ചലിപ്പിക്കാൻ ശ്രമിച്ചാൽ ഹൃദയത്തിലെ പേശീകോശങ്ങൾ 20 മുതൽ 30 മിനിറ്റ് വരെ ചലിക്കാൻ സന്നദ്ധത കാണിക്കാറുണ്ട്. അത്രയും നേരത്തിനുള്ളിൽ ഹൃദയം മാറ്റിവെക്കാൻ അത് ഉപയുക്തമായിരിക്കും എന്ന് സാരം. അതുപോലെ കണ്ണിന്റെ നേത്രപടലം 6 മുതൽ 12 മണിക്കൂറുകൾക്കുള്ളിൽ മാറ്റിവെക്കാൻ കഴിയും. നന്നായി സംരക്ഷിക്കപ്പെട്ടാൽ കരളും കിഡ്നികളും 24 മുതൽ 36 മണിക്കൂറുകൾ വരെ മാറ്റിവെക്കാൻ യോഗ്യമായിരിക്കും. തൊലിയും എല്ലുകളും സ്നായുക്കളും ആഴ്ചകളോ മാസങ്ങൾ തന്നെയോ ഉപയോഗയോഗ്യമായി തുടരും. ഈ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ ത്വക്കിലെയും അസ്ഥികളിലെയും കോശങ്ങളിൽ നിന്നാണ് ഏറ്റവും അവസാനം ജീവൻ പോകുന്നത് എന്ന് കരുതാം. മരണത്തിന് ശേഷം ശരീരത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെയുള്ള അന്ധവിശ്വാസങ്ങളും അതുമൂലമുള്ള ചൂഷണങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള സസ്പെൻഡഡ് ആനിമേഷൻ എന്ന അവസ്ഥയുണ്ട്. അപ്പാരന്റ് ഡെത്ത് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഹൃദയമിടിപ്പ്, ശ്വസനം തുടങ്ങിയ ജൈവ പ്രവർത്തനങ്ങളെല്ലാം തിരിച്ചറിയാനാവാത്തത്ര മന്ദീഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം അവസ്ഥയിലെത്തി തിരിച്ചു വരുമ്പോഴാണ് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു എന്ന തോന്നലുണ്ടാകുന്നത്. അതുപോലുള്ള കാരണങ്ങൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരിച്ചിരുന്നു, പക്ഷേ കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രിയകൾക്ക് ചെയ്യാൻ വേണ്ടി ശവശരീരം എടുത്തു പൊന്തിച്ചപ്പോൾ പെട്ടെന്ന് ജീവൻ വന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങുക, കറണ്ടടിക്കുക, സൂര്യാഘാതമേൽക്കുക തുടങ്ങിയ അവസരങ്ങളിലും ഇതുപോലെ തന്നെ സംഭവിക്കാം. ചിലപ്പോൾ നവജാത ശിശുക്കളിൽ വിശദീകരിക്കാനാവാത്ത കാരണങ്ങളാലും ഇത് സംഭവിക്കാറുണ്ട്. 98.6 ഫാരൻഹീറ്റ് ആണ് ജീവനുള്ളപ്പോൾ ശരീരത്തിന്റെ താപനില എന്ന് നമുക്കെല്ലാം അറിയാം. മരണത്തിന് ശേഷം ശരീരത്തിന്റെ താപനില അന്തരീക്ഷ താപനിലയ്ക്ക് തുല്യമാകും. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മരണത്തിന് ശേഷം കുറച്ച് മണിക്കൂറുകൾ വരെ ശരീര താപനില കുറയില്ല. സൂര്യാഘാതം, ടെറ്റനസ്, കാഞ്ഞിരം വിഷബാധ, സെപ്റ്റിസീമിയ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മരണങ്ങളിലെല്ലാം ശരീരോഷ്മാവ് വളരെ പതുക്കെയാണ് താഴ്ന്നു പോകാറുള്ളൂ. ഇത്തരം മരണങ്ങളിൽ ശരീരത്തിലെ ജൈവ പ്രക്രിയകളിലൂടെ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗുരുത്വാകർഷണം മൂലം മൃതശരീരത്തിലെ രക്തം ശരീരത്തിന്റെ അടിഭാഗത്തേക്ക് ഒഴുകുകയും ആ ഭാഗത്തെ ത്വക്കിന് നിറവ്യത്യാസമുണ്ടാവുകയും ചെയ്യും. മരണം സംഭവിക്കുമ്പോൾ തന്നെ ഈ ഒഴുക്ക് ആരംഭിക്കുന്നു. മരിച്ചാൽ ഉടനെ തന്നെ തലയിൽ നിന്ന് താഴേക്ക് ബ്ലഡ് ഒഴുകാൻ തുടങ്ങുന്നു. 2 സെന്റിമീറ്റർ വ്യാസം മതിക്കുന്ന ഭാഗത്ത് ഈ നിറവ്യത്യാസം ഉണ്ടാകാൻ 2 മണിക്കൂർ വേണ്ടിവരില്ല. എന്നാൽ ഇങ്ങനെയുണ്ടാകുന്ന പല ഭാഗങ്ങൾ സംയോജിച്ച് ശരീരത്തിന്റെ കീഴ്ഭാഗമാകമാനം നിറവ്യത്യാസമുണ്ടാകാൻ 6 മണിക്കൂർ വരെ എടുക്കാം. ശരീരം അതേ അവസ്ഥയിൽ തുടർന്നാൽ 12 മണിക്കൂറിനകം സ്റ്റെയിനിങ് കീഴ്ഭാഗത്ത് ഉറയ്ക്കുകയും ചെയ്യും. ഏകദേശ മരണസമയം കണ്ടുപിടിക്കാനും മരണശേഷം മൃതദേഹം മാറ്റിയിട്ടുണ്ടോ എന്നറിയാനുമെല്ലാം ചില സാഹചര്യങ്ങളിൽ മരണകാരണത്തിലേക്കുള്ള സൂചനകൾ ലഭിക്കുന്നതിനും പോസ്റ്റ്മോർട്ടത്തിലെല്ലാം ഈ സ്റ്റെയിനിങ് സഹായകമാകാറുണ്ട്. ഉദാഹരണമായി, തൂങ്ങി മരിച്ച ഒരു ശരീരത്തിൽ കൈകാലുകളുടെ താഴ്ഭാഗത്തായിരിക്കും ഈ നിറവ്യത്യാസം ഉണ്ടാകുന്നത്. അത് നോക്കി എത്ര മണിക്കൂറായി മരണം നടന്നിട്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ പറയാറുണ്ട്. മരണം സംഭവിച്ച ഉടനെ തന്നെ ശരീരത്തിലെ മാംസപേശികളുടെ മുറുക്കം ഇല്ലാതാകും. അവ തളരുകയും ചെയ്യും. കീഴ്ത്താടി താഴോട്ടാകും. സന്ധികൾ അയവുള്ളതാകുകയും ചെയ്യും. പേശികളിലെ ഈ ATP എന്ന് പറയുന്ന ഈ സംഭവം ക്ഷയിക്കുന്നത് വരെ ഈ തളർച്ച നീണ്ടു നിൽക്കും. ഈ ഒരു അവസ്ഥയുടെ നല്ലൊരു സംഭവമാണ് മൈക്കലാഞ്ചലോയുടെ പ്രശസ്ത ശില്പമായ പിയാറ്റ എന്നതിൽ കാണിച്ചിരിക്കുന്നത്. മാംസപേശികളുടെ തളർച്ച മാറി കാഠിന്യം പ്രാപിക്കുന്ന അവസ്ഥയാണ് ഇത്. ഈ റിഗർ മോർട്ടിസ് എന്ന് പറയും ഇതിനെ. പേശികളിലെ ATP ശോഷിക്കുന്നതാണ് കാരണം. ശരീരത്തിലെ എല്ലാത്തരം പേശികളിലും റിഗർ ബാധിക്കും. വലുപ്പത്തിൽ ചെറിയ കൂട്ടം പേശികളിലാണ് വ്യത്യാസം ആദ്യം തിരിച്ചറിയുക. ശരീരത്തിൽ ആദ്യമായി ബാധിക്കുക ഹൃദയപേശികളെയാണ്. ശരീരത്തിന് പുറത്ത് ആദ്യം ബാധിക്കുന്നത് കൺപോളകളിലാണ്. തല മുതൽ പാദം വരെ ക്രമമായാണ് ഇതുപോലെ കാഠിന്യം കാണപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് കൺപോളകളിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ കാഠിന്യം വരുന്നത് കൊണ്ടാണ് മരിച്ച ഉടനെ തന്നെ നമ്മൾ കൺപോളകൾ അടയ്ക്കുന്നത്, അല്ലെങ്കിൽ അത് തുറന്നു തന്നെ ഇരിക്കുമെന്ന് പറയും. അതുപോലെ ഓരോരോ കാര്യങ്ങളിലും വ്യത്യാസം വരുന്നുണ്ട്.
തലയിലും കഴുത്തിലും 2 മണിക്കൂർ കൊണ്ടും കൈകളിൽ 4 മണിക്കൂർ കൊണ്ടും കാലുകളിൽ 6 മണിക്കൂർ കൊണ്ടും ഇതുപോലെയുള്ള കട്ടിപ്പ് ഉണ്ടാകാറുണ്ട്. ബലം പ്രയോഗിച്ചാൽ സന്ധികളിലെ ഈ കാഠിന്യം ഇല്ലാതാക്കുകയും ചെയ്യാം. അങ്ങനെ ഒരിക്കൽ ബലം പ്രയോഗിച്ച് കാഠിന്യം കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് രൂപപ്പെടില്ല. ബലം പ്രയോഗിച്ചില്ലെങ്കിലും ഈ കാഠിന്യം സ്വാഭാവികമായി കുറച്ചു കഴിഞ്ഞാൽ ഇല്ലാതാകും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ 18 മണിക്കൂർ മുതൽ ഈ തളർച്ച ആരംഭിക്കും. ഏതാണ്ട് 36-48 മണിക്കൂർ കൊണ്ട് ശരീരത്തിലെ സന്ധികളും പേശികളുമെല്ലാം പൂർണ്ണമായി തളർന്നിരിക്കും. കാഠിന്യം രൂപപ്പെടുന്ന അതേ ക്രമത്തിലാണ് ഇത് ഇല്ലാതാവുന്നതും. അതായത് ഉച്ചി മുതൽ പാദം വരെയാണ് ഈ കട്ടിയായതിനു ശേഷം അത് തളർന്നു പോവുകയും ചെയ്യുന്നത്. ശൈത്യകാലത്ത് റിഗർ മോർട്ടിസ് കൂടുതൽ സാവകാശം മാത്രമേ ഇല്ലാതാവുകയുള്ളൂ. മരണസമയം കണ്ടുപിടിക്കാനും ചില സാഹചര്യങ്ങളിൽ മരണകാരണത്തിലേക്കുള്ള സൂചനകൾ ലഭിക്കുന്നതിനും ഈ റിഗർ മോർട്ടിസ് സഹായകരമാകാറുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഡോക്ടർമാർക്ക്. അതുപോലെ തന്നെ കാഡാവരിക് സ്പാസം എന്ന് പറയുന്നുണ്ട്. വളരെ വിരളമായി മാത്രം കാണുന്നൊരു പ്രക്രിയയാണ് ഇത്. മരണശേഷം ഉണ്ടാകുന്ന തളർച്ചയില്ലാതെ ഒരു കൂട്ടം പേശികൾ കാഠിന്യം അനുഭവപ്പെടും. അക്രമാസക്തമായ മരണങ്ങളിലാണ് ഇത് കാണുക. ഉദാഹരണമായി തോക്ക് ഉപയോഗിച്ച് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ തോക്ക് ബലമായി പിടിച്ചിരിക്കുന്നതായി കാണാറുണ്ട്. മുങ്ങി മരിച്ചവരുടെ കയ്യിൽ ചെടികളും മറ്റും ബലമായി പിടിച്ചിരിക്കുന്നതും കാണാറുണ്ട്. സൂക്ഷ്മജീവികളുടെ, പ്രധാനമായും ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ട് മൃതദേഹം ജീർണിക്കാൻ ആരംഭിക്കും. ശരീരത്തിലെ കലകളും കോശങ്ങളും അവയിലെ അന്നജവും കൊഴുപ്പും മാംസ്യവും എല്ലാം തന്നെ ശിഥിലീകരിച്ചു പോകും. ഹൈഡ്രജൻ സൾഫൈഡ്, സൾഫർ ഡയോക്സൈഡ്, അമോണിയ, മീഥേൻ തുടങ്ങിയ വാതകങ്ങൾ ശരീരത്തിൽ ഉണ്ടാകും. കൂടുതലായും കുടലിലാണ് ഇത് ഉണ്ടാകുന്നത്. വയറ്, വൃഷ്ണസഞ്ചി എന്നിവ വീർക്കും, മുഖം ചീർക്കും, നാക്ക് പുറത്തേക്ക് തള്ളി വരികയും ചെയ്യും. ഈ വാതകങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇതെല്ലാം വരുന്നത്. ചൂടുകാലത്ത് 12 മണിക്കൂറിന് ശേഷം കുടലുകളിൽ ഈ വാതകങ്ങൾ രൂപപ്പെടാൻ ആരംഭിക്കും. 24 മുതൽ 36 മണിക്കൂർ സമയം കൊണ്ട് ഗ്യാസ് രൂപീകരണം മൂലം ശരീരം ചീർക്കാറും നാക്കും കണ്ണുമെല്ലാം പുറത്തേക്ക് തള്ളാറുമുണ്ട്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ എത്രയും പെട്ടെന്ന് തന്നെ ശേഷക്രിയകളെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ അതിനെ മരിച്ച ദേഹത്തിനെ നമ്മൾ ഐസ് പെട്ടിയിലാക്കി വെക്കാറുണ്ട്. കാരണം മൂക്കിൽ നിന്നും വായിൽ നിന്നുമെല്ലാം ചുവന്ന ദ്രാവകം പുറത്തു വരാനും അതുപോലെ തന്നെ അഴുകുന്നതിൻ്റെ ഗന്ധമുണ്ടാകാനും 12 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തുടങ്ങും. മരണത്തിന് 24 മണിക്കൂറിന് ശേഷം ശരീരത്തിലെ ചർമ്മത്തിൽ അവിടെവിടെയായി കുമിളകൾ രൂപപ്പെടുകയും ചർമ്മം ഇളകുകയും കൈപ്പത്തിയിലെയും എല്ലാം പാദത്തിലെയും എല്ലാം കട്ടിയുള്ള ചർമ്മഭാഗം വരെ ഇളകി പോകാൻ തുടങ്ങും. 72 മണിക്കൂർ കഴിയുന്നതോടെ തലമുടി തലയിൽ നിന്നും വിട്ടുപോകാൻ തുടങ്ങും. ശരീരത്തിൻ്റെ നിറം മാറാൻ തുടങ്ങും. ഏറ്റവും ആദ്യം നിറം മാറുന്നത് അടിവയറിൻ്റെ വലതുഭാഗത്തായിരിക്കും. മരണശേഷം ഏതാണ്ട് 18 മുതൽ ഈ ഭാഗത്ത് പച്ച നിറം ആകാൻ തുടങ്ങും. ബാക്ടീരിയകളാൽ സമ്പന്നമായ കേസം തോട് ചേർത്തിരിക്കുന്ന ഭാഗമായതിനാലാണ് ഇത് ഉണ്ടാകുന്നത്. കൂടുതൽ സമയം കഴിയുമ്പോൾ ശരീരം ആസകലം പച്ചനിറം ബാധിക്കും. അത് പിന്നീട് പച്ച കലർന്ന കറുപ്പായി മാറും. രക്തക്കുഴലുകളിലൂടെ സഞ്ചരിക്കുന്ന ബാക്ടീരിയകൾ സൃഷ്ടിക്കുന്ന ഹൈഡ്രജൻ സൾഫൈഡ് ഹീമോഗ്ലോബിൻ രൂപാന്തരം പ്രാപിച്ചുണ്ടാകുന്ന മെത്തോമോഗ്ലോബിൻ അതിനുമായി കൂടിച്ചേർന്ന് സൾഫ് മെത്തേമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ബ്രാഞ്ചുകളായി പിരിയുന്ന രക്തക്കുഴലുകളിൽ പച്ചനിറത്തിലുള്ള ഈ സംയുക്തം ഉള്ളതിനാൽ കാഴ്ചയിൽ മാർബിൾ പോലെ ഇത് തോന്നിക്കും. മരണത്തിന് 36 മണിക്കൂർ ശേഷമേ മാർബിളിംഗ് ഉണ്ടാവുകയുള്ളൂ. തോള്, തുട, കൈകാലുകളുടെ പുറംഭാഗം എന്നിവിടങ്ങളിലാണ് ആദ്യമായി ഇങ്ങനെ മാർബിളിംഗ് കാണപ്പെടുക. ഇതോടൊപ്പം തന്നെ ആന്തരാവയവങ്ങളും ജീർണിക്കും. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും സ്ത്രീകളിൽ ഗർഭപാത്രവുമാണ് ഏറ്റവും അവസാനം അഴുകുന്ന ആന്തരാവയവങ്ങൾ. 12 മണിക്കൂറിന് ശേഷം ശ്വാസനാളിയുടെയും മഹാധമനിയുടെയും ഉൾവശം പിങ്ക് കലർന്ന ചുവപ്പ് നിറമാകും. 2 ദിവസം കൊണ്ട് പ്ലീഹ കുഴമ്പ് രൂപത്തിലാകും. മരണത്തിന് 36 മണിക്കൂറിന് ശേഷം കരൾ മൃദുവാകും. അതിനുശേഷം തേനീച്ചക്കോട് പോലെ ആവുകയും ചെയ്യും. ശ്വാസകോശം കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ജീർണിച്ച് ചുരുങ്ങി കറുത്ത പിണ്ഡമായി മാറും. തലച്ചോർ 3 മുതൽ 5 ദിവസം കൊണ്ട് പച്ച കലർന്ന നരച്ച നിറത്തിലുള്ള ദ്രാവക രൂപത്തിലാകും. ഹൃദയം, വൃക്ക തുടങ്ങിയ ആന്തരാവയവങ്ങളെല്ലാം മൃദുവാകും, ജീർണിക്കും. മൂത്രസഞ്ചി താരതമ്യേന സാവകാശം മാത്രമേ അഴുകുകയുള്ളൂ. അതുപോലെ തന്നെ മൃതദേഹത്തിൽ ആദ്യം എത്തുന്നത് ഉറുമ്പാണ്. ഈ ഉറുമ്പ് മൃതദേഹത്തിൽ എത്തിക്കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മരിച്ച ശരീരത്തിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഉറുമ്പിനെ കാണാറുണ്ട്. ഏറ്റവും ആദ്യം ഉറുമ്പാണ് എത്തുക. അതിനുശേഷം അധികം താമസിയാതെ ഈച്ചകൾ വരും. ഇവയെല്ലാം ഇതിൽ മുട്ടയിടും. 24 മണിക്കൂർ കഴിഞ്ഞാൽ മുട്ടകളിൽ നിന്നും പുഴുക്കൾ ഉണ്ടാകും. 36 മുതൽ 48 മണിക്കൂർ കൊണ്ട് ശരീരത്തിൽ ഇഴയുന്നത് കാണാൻ സാധിക്കും.
പലതരം ഈച്ചകളുടെ മുട്ടകളിൽ നിന്നും പല സമയത്താണ് പുഴുക്കൾ ഉണ്ടാകുന്നത്. ഇത് നോക്കിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എത്ര ദിവസമായി മരിച്ചിട്ട് എന്ന് നമ്മൾ കണ്ടെത്താറുണ്ട്. 10 ദിവസത്തിന് ശേഷമാണ് വണ്ടുകൾ ശരീരത്തിൽ കാണുന്നത് എന്ന് പറയുന്നു. ജീർണിക്കൽ പ്രക്രിയയിൽ അത്ര സാധാരണമല്ലാത്ത ഒന്നാണ് അഡിപ്പോസിയർ എന്ന് പറയുന്നത്. ശരീരത്തിലെ തൊലി ഇല്ലാതാകും. ആ ഭാഗത്ത് സോപ്പ് തേച്ചതുപോലെ കാണപ്പെടും. ശരീരത്തിലെ കൊഴുപ്പ് ഫാറ്റി ആസിഡുകളായി മാറുന്നു. ഇവയിൽ ഗ്ലിസറോൾ കൂടി ചേർന്നിട്ടാണ് അഡിപ്പോസിയർ രൂപപ്പെടുന്നത്. മുഖം, വയർ, മാറിടം, പൃഷ്ഠഭാഗം, തുടകൾ ഇവിടെയെല്ലാമാണ് ഇത് കാണുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ 5 ദിവസം കൊണ്ട് തന്നെ അഡിപ്പോസിയർ ഉണ്ടാകാറുണ്ട്. മിതശീതോഷ്ണ മേഖലയാണെങ്കിൽ 3 ആഴ്ചയെങ്കിലും വേണം ഇത്തരം തൊലി ഇളകിപ്പോകാൻ. ഒരിക്കൽ രൂപപ്പെട്ടാൽ വളരെയേറെ നാൾ ശരീരത്തിൽ കൂടുതൽ അഴുകൽ സംഭവിക്കാറില്ല. അതുപോലെ തന്നെ വളരെ വിരളമായി ഉണ്ടാകുന്ന ഒന്നാണ് മമ്മിഫിക്കേഷൻ. ഈജിപ്തിൽ മരണമടഞ്ഞ രാജാക്കന്മാരെ മമ്മികളായി സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ശരീരത്തിലെ ജലാംശം പൂർണ്ണമായി നഷ്ടപ്പെട്ട് ശരീരഭാഗങ്ങൾ ഉണങ്ങി വരണ്ട അവസ്ഥയിലാകും. ശാരീരിക ഘടനയും പ്രത്യേകതകളും ഒന്നും പക്ഷേ നഷ്ടപ്പെടുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞാലും വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കും. ഉയർന്ന അന്തരീക്ഷ താപനിലയും വരണ്ട കാലാവസ്ഥയും അത്യാവശ്യമാണ്. മരണശേഷം ഏറ്റവും കുറഞ്ഞത് 3 മാസമെങ്കിലും വേണം ശരീരം മമ്മിയായി മാറാൻ. ശരീരം അസ്ഥികൾ മാത്രമായി മാറാൻ ഏകദേശം 1 വർഷമെടുക്കും. ചില സാഹചര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു. അന്തരീക്ഷ താപനില, അന്തരീക്ഷത്തിലെ ഈർപ്പം, മൃതശരീരത്തിലെ വസ്ത്രം, ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ്, മരണകാരണം, ശരീരം സ്ഥിതി ചെയ്യുന്നത് കരയിലോ വെള്ളത്തിലോ എന്നിങ്ങനെ നിരവധി ഘടകങ്ങൾ ശരീരത്തിൻ്റെ ജീർണിക്കലിനെ ബാധിക്കാറുണ്ട്. വായു സഞ്ചാരമുള്ള സ്ഥലത്തായിരിക്കും ഏറ്റവും വേഗതയിൽ ഇത് സംഭവിക്കുക. ഇതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ശരീരത്തിൽ ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകൂ. ആഴത്തിൽ കുഴിച്ചിടുന്ന ശരീരങ്ങളിൽ 8 മടങ്ങ് സമയം വേണം ഇതേ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ. തണുത്ത കാലാവസ്ഥയിൽ ഈ വിവരിച്ചിരിക്കുന്ന ജീർണിക്കൽ പ്രക്രിയ എല്ലാം മന്ദഗതിയിലാകും. 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് താപനിലയെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വളരെ കുറവായിരിക്കും. ഏതാണ്ട് അതെല്ലാം തടയും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ജാതിയോ മതമോ അനുസരിച്ചോ ഒന്നുമല്ല ഇതൊന്നും തന്നെ ഉണ്ടാകുന്നത്. മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ പറയുന്നത്. ഇത് മാറ്റുന്നതിന് ഹോമമോ മന്ത്രവാദമോ ഒന്നും തന്നെ ഇതിൽ ഭാഗഭാക്കാവാറില്ല. മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ജനിച്ചാൽ ഒരിക്കൽ തീർച്ചയായും മരിക്കും. അസുഖങ്ങൾ ഉണ്ടായാൽ ശാസ്ത്രീയമായ ചികിത്സ നൽകുക എന്നതാണ് പ്രധാനം. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയിലൂടെ ഉണ്ടായ കണ്ടുപിടുത്തങ്ങൾ മൂലം ചില അസുഖങ്ങൾ വരുന്നത് നമുക്ക് തടയാനാകും. വാക്സിനുകളുടെ ഉപയോഗത്തിലൂടെ നമ്മൾ അതുപോലെ തന്നെ ശരിയായ ചികിത്സയിലൂടെയെല്ലാം ജീവൻ നമുക്ക് രക്ഷിക്കാനാകും. കുറച്ചു കാലം നമ്മുടെ ജീവൻ നമുക്ക് നീട്ടിക്കിട്ടാനാകും എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. മനുഷ്യ സമൂഹത്തിൻ്റെ ശരാശരി ആയുസ് പണ്ടത്തേതിനേക്കാൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പൗരാണികതയുടെ പേരിൽ ഹോമവും മന്ത്രവാദവും ഒന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമില്ല. കാരണം അതുകൊണ്ടൊന്നും തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല. അസുഖം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണുക, നല്ല ചികിത്സ നടക്കുക. അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ ഹോമമോ മന്ത്രവാദമോ ഒന്നും നടത്തിയാലൊന്നും മരിച്ചവരൊന്നും തിരികെ വരില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന മരിച്ചു കഴിഞ്ഞിട്ടും ശവശരീരം സൂക്ഷിച്ചു വെച്ച് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് പ്രാർത്ഥനകൾ നടത്തുന്ന അല്ലെങ്കിൽ ഹോമം നടത്തിയെന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. അതിനാണ് ഈ പറയുന്നത്, ഒരിക്കലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം അഴുകിപ്പോകും. തീർച്ചയായും നമ്മുടെ അടുപ്പമുള്ളവരുടെ വേർപാട് എപ്പോഴും വേദനാജനകം തന്നെയാണ്. അതിനാൽ മരിച്ചവർ തിരികെ വരണം, അല്ലെങ്കിൽ മരിക്കാതിരുന്നെങ്കിൽ എന്ന ചിന്ത അടുത്ത ബന്ധുക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാം. മരണത്തെ അംഗീകരിക്കാനുള്ള വിമുഖതയും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടാകാം. ദുഃഖമുണ്ടാവുക എന്നതും സ്വാഭാവികം മാത്രമാണ്. അതിന് അതിൻ്റേതായ രീതിയിൽ തന്നെ എടുക്കുക എന്ന് മാത്രമേ ഇവിടെ പറയാൻ പറ്റുകയുള്ളൂ. കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായിട്ട് വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.